വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പീരീഡ് ആകുന്ന ദിവസം ഞാൻ ഈ പറയുന്ന 6 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ മാസത്തെ അണ്ടത്തിനെ കൃത്യമായിട്ട് ക്വാളിറ്റിയോടുകൂടി നല്ല ക്വാളിറ്റിയോടുകൂടി വളർത്തിക്കൊണ്ട് വന്ന് നാച്ചുറലായിട്ട് റപ്ചർ ആക്കാനായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നവരാണെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാത്തവരാണെങ്കിലും നിങ്ങൾക്ക് കണ്ണും പൂട്ടി ചെയ്യാവുന്ന 6 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ സംസാരിക്കുന്നത് പീരീഡ്സിന്റെ 6 ഡേയ്സ് മുതൽ തന്നെ സെക്കൻഡ് ഡേ മുതൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട 6 കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പീരീഡിന്റെ സെക്കൻഡ് ഡേ അല്ലെങ്കിൽ തേർഡ് ഡേ മുതലാണ് ആ ഒരു ഓവുലേഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അണ്ടങ്ങൾ വളർന്നു തുടങ്ങുന്നത്. ഈ സമയത്ത് ഫോളിക്കിൾ വളരാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ശരീരത്തിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അണ്ടം വളരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അതിലോട്ട് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അവയിൽ നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഏതൊക്കെയാണെന്ന് പറയാം കേട്ടോ. പേരയ്ക്ക നിങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ്. ഈ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള ഫീമെയിലിന്റെ എഗ് ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ സി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ബാലൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നതിനും നമുക്ക് ഇത് സഹായിക്കുന്നു. അതുപോലെ ഇപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, പുരുഷന്മാർക്ക് അവരുടെ സെമന്റെ മോട്ടിലിറ്റിയും ക്വാളിറ്റിയും മോർഫോളജിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നെല്ലിക്ക നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പേരയ്ക്ക് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പേരയ്ക്കയിൽ വിറ്റമിൻ സി ഉണ്ട്, അയേൺ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, വിറ്റമിൻ എ ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്. ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ഘടകങ്ങളും പേരയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ബനാന നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. റെഡ് ബനാനയോ മറ്റു വാഴപ്പഴങ്ങളോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ ശതാവേരി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ശതാവേരിയുടെ ലേഹ്യമോ ശതാവേരി പൗഡറോ ശതാവേരി ക്യാപ്സ്യൂൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ സമീപിച്ചതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. ഇതെല്ലാം നിങ്ങൾ കഴിക്കുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം പച്ചക്കറികളും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബീറ്റ്റൂട്ട്, ബ്രൊക്കോളി, അതുപോലെ ചീര, മുരിങ്ങാക്കോല്, ഇതെല്ലാം ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്നത് ഓവുലേഷൻ നടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എടുക്കുന്നത് അണ്ടം ക്വാളിറ്റിയോടുകൂടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പീരീഡ്സിന്റെ സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് ഒരുപാട് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ടെൻഷൻ ആയിട്ടിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ മാസത്തെ പ്രതീക്ഷ മൊത്തം നഷ്ടമായി പോയിട്ട് നമ്മൾ ടെൻഷൻ ആകുന്ന, ഒന്നും ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് നമുക്കില്ലാത്ത ഒരു സമയമാണ്. ഈ സമയത്ത് ഒരിക്കലും നിങ്ങൾ ആ ഒരു രീതിക്ക് ഇരിക്കാനായിട്ട് പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സിന്റെ സെക്കൻഡ് ഡേ അണ്ടം വളരുന്ന സമയമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺസിന്റെ പ്രവർത്തനം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസും നിങ്ങളുടെ ബ്രെയിനും തമ്മിലുള്ള സിഗ്നൽ കട്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കാതെ വരികയും അണ്ടം കൃത്യമായിട്ട് വളരാതിരിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഓവുലേഷൻ നടക്കാനായിട്ട് ഹോർമോണൽ സപ്ലിമെന്റ്സ് നമ്മൾ എടുക്കുമ്പോഴേക്കും ഓൾറെഡി ആ മെഡിസിൻസ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ചില ആളുകൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ മൂഡ് സ്വിങ്സ് ഉണ്ടാവുമ്പോഴേക്കും പലരിലും സ്ട്രെസ് ഉണ്ടാകും. ഈ സ്ട്രെസ് നമ്മൾ ഓവർകം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ അണ്ടം വളരുന്നതിനെ അത് സാരമായിട്ട് തന്നെ ബാധിക്കും. വെറുതെ അണ്ടം വളർന്നാൽ പോരല്ലോ, അതിന് ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാപ്പബിലിറ്റിയും കൂടി ഉണ്ടാവണം. അതിനെ ഇത് എഫക്ട് ചെയ്യാനായിട്ട് കാരണമാകും. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഒരു പീരീഡ്സിന്റെ സമയം എന്ന് പറയുന്നത് ആ ഫ്ലോ ഉണ്ടാവുന്ന ബ്ലീഡിങ് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് മറ്റുള്ള പല ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യാനായിട്ടും ആർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരേ ഒരു എക്സസൈസേ ഉള്ളൂ, അത് വാക്കിംഗ് ആണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നിങ്ങൾ നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. മോർണിംഗ് രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ വാക്കിങ്ങിന് പോകുന്നതോ ഇല്ലെങ്കിൽ മോർണിംഗിന് പോകാൻ പറ്റില്ല, ജോലിത്തിരക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഈവനിങ് വാക്കിംഗ് ചെയ്യുന്നതോ നല്ലതായിരിക്കും. കുറച്ചു നേരം വീടിന്റെ ടെറസിലോ മുറ്റത്തോ വാക്കിംഗ് ചെയ്യുന്നത് നിങ്ങളൊന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. നോർമലി നടക്കാതെ ഒരു ഹെഡ്ഫോണിൽ പാട്ടൊക്കെ വെച്ചിട്ട് കൈയൊക്കെ നല്ലതുപോലെ വീശിയിട്ട് നിങ്ങൾ വാക്കിങ്ങിന് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തായിട്ട് ചെയ്യേണ്ട കാര്യം, പീരീഡ്സിന്റെ സമയത്ത് കോണ്ടാക്ട് ചെയ്യാതിരിക്കുക. കുറച്ച് ആളുകളെങ്കിലും ഇത് കേൾക്കുമ്പോൾ മൂക്കത്ത് വിരൽ വെക്കുന്നുണ്ടാവും, ചേച്ചി ഇത് എന്തേ പറയണേന്ന് ആലോചിച്ചിട്ട്. പീരീഡ്സിന്റെ സമയത്ത് പലരും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. നോർമലി ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് നമ്മളുടെ സ്ട്രെസ് ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിനും അതുപോലെ ബ്ലീഡിങ്ങിനെ ആ ഒരു കോൺട്രാക്ഷൻസ് ഒക്കെ ഒന്ന് നോർമലൈസ് ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ചില ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്നത് പീരീഡ്സിന്റെ സമയത്ത് നമ്മൾ ബ്ലീഡിങ് ചെയ്യുമ്പോഴേക്കും ഈ ബ്ലഡ് അകത്തേക്ക് കയറി പോകാനായിട്ടുള്ള ഒരു ചാൻസ് അത് ഉണ്ടാക്കുന്നു. അങ്ങനെ കയറി പോകുന്ന ബ്ലഡ് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഓവറീസിന്റെ ഭാഗത്തോട്ടോ ഫലോപ്പിയൻ ട്യൂബിന്റെ
ഭാഗത്തോട്ട് സഞ്ചരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ എൻഡോമെട്രിയം ടിഷ്യൂസ് പുറത്ത് വളരില്ലേ, അങ്ങനെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ആ ബ്ലഡിന് തിരിച്ചു പോകാൻ പറ്റാതെ വരികയും എൻഡോമെട്രിയോസിസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഇത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പീരീഡ്സിന്റെ സമയം എന്ന് പറയുന്നത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തിട്ട് ആ ഒരു പെയിൻ റിഡ്യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. മെന്റലി സപ്പോർട്ട് കൊടുത്തിട്ട് പരസ്പരം സ്നേഹിച്ച് ആ ഒരു പെയിനും ആ ഒരു ടൈം പീരീഡും ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അഞ്ചാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അനീമിയ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പീരീഡ്സ് ആകുന്ന സമയത്ത് നമുക്ക് ബ്ലീഡിങ് പോകുമ്പോഴേക്കും രക്തമാണല്ലോ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും ആ ഒരു ബ്ലഡിന്റെ ഡെഫിഷ്യൻസി ശരീരത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ അനീമിക് ആവാതിരിക്കാനും അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും ബ്ലഡിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന തരത്തിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിലെ ആ സമയത്ത് എന്തൊക്കെ കഴിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീട്രൂട്ട് കഴിക്കുന്നത് ബ്ലഡിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ മാതളനാരങ്ങ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ നിങ്ങൾ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്തി കഴിക്കുന്നതും നല്ലതാണ്. പീരീഡ്സിന്റെ സമയത്ത് നിങ്ങൾ വേറെ യാതൊരു തരത്തിലുള്ളൊരു വെള്ളവും മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കാത്തത് കൊണ്ട് നിങ്ങൾ ആ ഒരു സമയത്ത് ആ ഒരു മോർണിംഗിൽ ആ ഒരു എംപ്റ്റി സ്റ്റൊമക്കിൽ ഈ ഒരു ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുടിക്കുന്നത് നല്ലതാണ്. ബ്ലഡിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ട് അത് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് അതിനുശേഷം അത് മുങ്ങാൻ ഭാഗത്തിന് മാത്രം വെള്ളം നിങ്ങൾ എടുത്തിട്ട് അത് കുതിർത്താനായിട്ട് വെക്കുക. ചില ആളുകൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ആ വെള്ളം ഒരു കുറച്ചൊരു 10 ഉണക്കമുന്തിരിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് നിറച്ച് വെള്ളം എടുത്തിട്ട് അത് കുതിർത്താൻ വെക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അതുപോലെ ചില ആളുകൾ അവർ കുതിർത്തിയ വെള്ളം കളഞ്ഞിട്ട് ആ ചീർത്തിരിക്കുന്ന ഉണക്കമുന്തിരി മാത്രമായിരിക്കും കഴിക്കുന്നത്. അത് നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങൾ ആ വെള്ളം കുടിച്ചിട്ട് അതിനോടൊപ്പം ഉണക്കമുന്തിരിയും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് വെള്ളം ആ ഉണക്കമുന്തിരി മുങ്ങാൻ പാകത്തിന് മാത്രം നിങ്ങൾ വെള്ളം വെക്കുകയാണെങ്കിൽ ആ വെള്ളം നല്ല ടേസ്റ്റ് ഉള്ള വെള്ളമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കത് കുടിക്കാനായിട്ട് തോന്നും. അത് മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കിൽ നിങ്ങൾ എടുക്കുന്നത് ബ്ലഡിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ പീരീഡ് സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഇന്റിമേറ്റ് ഹൈജീൻ ആണ്. പീരീഡ്സ് ആകുന്ന സമയത്ത് നമുക്ക് ഇച്ചിങ്ങും ഇറിറ്റേഷനും ഒക്കെ വജൈനൽ ഏരിയയിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ചില ആളുകൾ പീരീഡ്സിന്റെ ആ ഒരു സമയത്ത് പാഡ് യൂസ് ചെയ്യുന്നവരുണ്ട്, ചിലർ ക്ലോത്ത് ഉപയോഗിക്കുന്നവരുണ്ട്, ചിലർ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നവരുണ്ട്. പാഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 5 മണിക്കൂറിനപ്പുറം നിങ്ങൾ പാഡ് വെക്കാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് ബ്ലീഡിംഗ് ഉണ്ടെങ്കിലും ബ്ലീഡിംഗ് ഇല്ലെങ്കിലും ഒരു 5 മണിക്കൂർ കഴിയുമ്പോഴേക്കും നിങ്ങൾ പാഡ് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം കൂടുതൽ നേരം അത് ശരീരത്തിൽ നിന്ന് കഴിഞ്ഞാൽ കെമിക്കൽസ് ഫോം ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ ഒരു ഇച്ചിങ് ഉണ്ടാവാനായിട്ടും ഇറിറ്റേഷനും റാഷസ് ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഒരു കൃത്യം ടൈം പീരീഡ് വെച്ചിട്ട് നിങ്ങൾ പാഡ് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ക്ലോത്ത് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നല്ലതുപോലെ കഴുകി ഉണക്കിയ ക്ലോത്ത് നിങ്ങൾ ഉപയോഗിക്കുക. ക്ലോത്ത് ഒരു നിശ്ചിത ടൈം കഴിയുമ്പോഴേക്കും നിങ്ങൾ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ക്ലോത്ത് ഓൾറെഡി നനഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും, അങ്ങനെ നമ്മൾ മാറ്റാറുണ്ട്. അതല്ലാതെ ഇങ്ങനെ നനയാതിരിക്കുന്നുണ്ടെങ്കിലും അതായത് ലാസ്റ്റ് സമയമൊക്കെ എത്തുമ്പോഴേക്കും നനയാണ്ടിരിക്കുമല്ലോ, കുറച്ച് നനയുമല്ലോ, അങ്ങനെയുള്ള അവസ്ഥയിലാണെങ്കിലും നിങ്ങൾ പ്രോപ്പർ ആയിട്ടൊരു ടൈം പീരീഡ് വെച്ചിട്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും ഒരുപാട് 10 മണിക്കൂറൊന്നും മെൻസ്ട്രൽ കപ്പ് വെക്കണ്ട. ഒരു 5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾ ആ ബ്ലഡ് എടുത്തിട്ട് മാറ്റി ക്ലിയർ ചെയ്തിട്ട് പിന്നെയും ഇൻസേർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് നേരം നമ്മൾ ആ ഒരു പാഡാണെങ്കിലും കപ്പാണെങ്കിലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ pH ബാലൻസിനെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അകത്തേക്ക് സെമന് പ്രവേശിക്കാൻ പറ്റാതെ വരും. ഇത് അകത്തേക്ക് കയറിയാലല്ലേ ക്വാളിറ്റിയുള്ള അണ്ടം ഉണ്ടെങ്കിൽ അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓവറോൾ നിങ്ങളുടെ ആ ഒരു പീരീഡ് ടൈമിൽ നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് ഇഞ്ചിവെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. ഇഞ്ചിവെള്ളം നമ്മൾ കുടിക്കേണ്ടത് പീരീഡ്സിന്റെ ഒരു 2nd ഡേ മുതലാണ്. അതായത് എപ്പോഴാണോ നിങ്ങൾക്ക് ഹെവി ബ്ലീഡിങ് വന്ന് തുടങ്ങുന്നത് ആ ദിവസം മുതൽ വേണം നിങ്ങൾ ഇഞ്ചിവെള്ളം എടുക്കാനായിട്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഞ്ചിവെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിലെ ആ ഒരു ബ്ലഡ് ഫുള്ളായിട്ട് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ബ്ലഡ് ശരീരത്തിനകത്ത് കിടക്കുമ്പോഴാണ് പലർക്കും അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവാതെ വരികയും ചില ആളുകൾക്ക് ഇടക്കറ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇടക്കറ എന്ന് പറയുന്നത് പീരീഡ്സ് കഴിഞ്ഞ് ഒരു 5-6 ദിവസം കഴിയുമ്പോൾ പിന്നെ സ്പോട്ടിങ് വരിക, ഓവുലേഷൻ ഇടയ്ക്ക് പിന്നെ സ്പോട്ടിങ് വരിക, ഓവുലേഷൻ കഴിഞ്ഞിട്ട് പിന്നെ സ്പോട്ടിങ് വരിക, പ്രിമെൻസ്ട്രൽ സ്പോട്ടിങ് വരിക, അങ്ങനെയൊക്കെ വരുന്നത് ഈ ഒരു ലെഫ്റ്റ് ഓവർ ബ്ലഡ് അവിടെ കിടക്കുന്നവർക്കാണ്. ആ ഒരു സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇഞ്ചി വെള്ളം കുടിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. കുറച്ച് ഇഞ്ചി എടുത്ത് നല്ലതുപോലെ ക്രഷ് ചെയ്ത് ചതച്ചതിന് ശേഷം അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നിങ്ങൾ ഇഞ്ചി വെള്ളം പ്രിപ്പയർ ചെയ്തിട്ട് കുടിക്കുക. ഒരു ഗ്ലാസ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് 1/2 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നിങ്ങൾ തിളപ്പിക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് വേഗം പറ്റിച്ച് പണി തീർക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഏതാണെങ്കിലും അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളിത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതും ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക
ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഓവുലേഷന് പ്രിപ്പയർ ചെയ്യുന്നത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു അണ്ടമായിരിക്കും. ഇത് പീരിയഡ് സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ പീരിയഡ്സിന്റെ ആ ഒരു ബ്ലീഡിംഗ് നിന്നതിന് ശേഷം നിങ്ങൾക്ക് ഗ്രാമ്പൂ വെള്ളവും കൂടി കുടിക്കാവുന്നതാണ് കേട്ടോ. അത്രമാത്രം എഫക്റ്റീവായിട്ട് അണ്ടത്തിനെ വളർത്തിയെടുക്കാനായിട്ട് നിങ്ങളെ ഈ മെത്തേഡ്സ് ഒക്കെ സഹായിക്കും കേട്ടോ. അത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.